അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട ബീവിപ്പടിയിലെ SKSFന്റെ പ്രവർത്തകരെ, അൽഹംദുലില്ലാ 11ാമത് ദഫ്കളി മത്സരത്തിന്റെ സമാപന ചടങ്ങിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ എല്ലാ വർഷവും പങ്കെടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദിയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന SKSFന്റെ ഒരു വേദിയായതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ സന്തുഷ്ടനാണ്. അൽഹംദുലില്ലാ ഇവിടുത്തെ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാ വർഷവും നാട്ടിൽ ഇങ്ങനെ ഒരു വേദി നമ്മൾ ഉണ്ടാക്കുക എന്നത് നാടിന്റെ ഒരു വലിയ ഐശ്വര്യമായിട്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നാട്ടിലെ കുട്ടികൾ, ചെറുപ്പക്കാർ ദീനി സംഘടനകളിൽ പ്രവർത്തിക്കുക എന്നത് തന്നെ നാടിന്റെ ഒരു വലിയ തെളിച്ചമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാ അതിന്റെ ഭാഗമായി 11ാം ദഫ്കളി മത്സരത്തിന്റെ അവസാന ചടങ്ങിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ാമത്തെ പ്രാവശ്യമാണ്, അതല്ലെങ്കിൽ 4. അൽഹംദുലില്ലാ ഇന്ന് 2 കാറ്റഗറിയിലുള്ള മത്സരം നമ്മൾ ഈ കഴിഞ്ഞ സീസണിന്റെ മുമ്പത്തെ സീസണിൽ ഒറ്റ കാറ്റഗറി മാത്രം മത്സരം നടത്തുകയും ടീമുകൾ എത്താത്തതിന്റെ പേരിൽ മത്സരം ഒരു പരാജയം പോലെ പരിസമാപ്തി കുറിക്കുകയും ഉണ്ടായി. അന്ന് ഞാൻ വെച്ച ആശയം അൽഹംദുലില്ലാ ഇവിടുത്തെ പ്രവർത്തകർ അത് അന്ന് മുതൽ പാലിച്ചുകൊണ്ട് 2 കാറ്റഗറി മത്സരം നടത്തുകയും മത്സരം അതിഗംഭീരമായി ഈ സീസണിലും കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ വിജയിപ്പിക്കുകയുണ്ടായി. ഇപ്രാവശ്യം വളരെ ഗംഭീരമായി ഒരുപാട് ടീമുകൾ എത്തി എന്നുള്ളതാണ്. ഒരു 2 മത്സരത്തിന്റെ ടീമുകൾ ഇന്ന് ഇവിടെ കളിച്ചു പോയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അത്യാവശ്യം പണി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന്റെ അവലോകനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദഫ്കളിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അതിന്റെ ഒരു സംക്ഷിപ്ത സമഗ്ര പഠനം അനാസാഗർ ഇസ്ലാമിക് ആർട്ട് മീഡിയ എന്ന് പറയുന്ന എന്റെ ചാനൽ കേരളത്തിന്റെ ദഫ്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി ദഫ്കളിക്ക് മാത്രം സ്ഥാപിക്കപ്പെടുന്ന ഒരു ചാനലാണ് ഞാൻ നേതൃത്വം നൽകുന്ന ചാനൽ. അതിൽ ദഫ്കളിയുടെ സമഗ്ര പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഞാൻ അവലോകനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ 2 കാറ്റഗറിയിൽ ആദ്യം എ കാറ്റഗറിയുടെ അവലോകനത്തിന്റെ ടീമുകളൊന്നുമില്ല. എന്തായാലും വിഷയങ്ങൾ പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ 1ാം നമ്പറിൽ കളിച്ച ടീം അൽ ഹക്കമിയ, അവരുടെ ടീം കോസ്റ്റ്യൂം മികച്ച നിലവാരം പുലർത്തി തന്നെയാണ് ടീം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ട്യൂണുകൾ വളരെ തനിമയാർന്ന ട്യൂണുകളാണ്. രചന കവിത്വം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ടോട്ടൽ പ്രൊഫഷണൽ ലെവലിൽ തന്നെ ടീം കളിച്ചിട്ടുണ്ട്. എന്നാലും പല ഭാഗങ്ങളിലും എനർജി കുറവ് ടീമിന്റെ കാണപ്പെട്ടിട്ടുണ്ട്. എനർജി കുറവ് ആ ഭാഗങ്ങളിലെ പെർഫെക്ഷനെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആലാപനം നന്നായി ചെയ്തിട്ടുണ്ട്, ഹൈ നോട്ടുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശ്രുതി വേരിയേഷൻസ് കാണപ്പെട്ടിട്ടുണ്ട്. വാക്കുകൾ ഒരു തട്ടിത്തടവ് പോലെ കാണപ്പെട്ടിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത രീതി. 2ാമതായിട്ട് കളിച്ചത് ബസ്മല ബീരാഞ്ചിറ. ആവേശമായിട്ട് വളരെ ചടുലമായിക്കൊണ്ട് കുട്ടികൾ കളിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം മനോഹരമായിട്ട് തന്നെയാണ് അവരുടെ കോസ്റ്റ്യൂം സെലക്ഷൻ ഈ വർഷം അവർ നിർവഹിച്ചിരിക്കുന്നത്. കളി എടുത്തു പറയത്തക്കപ്പെട്ട കുറവുകളൊന്നുമില്ല. എന്നാലും നമുക്ക് ആപേക്ഷികം മറ്റു ടീമുകളെ വിലയിരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ വായിക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഉണർത്തുക. ഗാനം നന്നായി ചെയ്തിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ കാണപ്പെട്ടിട്ടില്ല. ദഫിന്റെ വലിയ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ദഫ് കളിക്കുന്നതിനിടയിൽ ദഫിന്റെ ഒരു റിങ് ഹോളിലെ റിങ് താഴെ അഴിഞ്ഞു വീണിട്ടുണ്ട്. 2 വിധികർത്താക്കൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. വീണ്ടും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താജ്മഹൽ എന്ന് പറയുന്ന മശ്രിഖിലും എന്ന് പറയുന്ന ഭാഗത്ത് കോറസിൽ ഹൈ നോട്ട് വന്ന ഭാഗത്ത് ശ്രുതി വേരിയേഷൻ വളരെ വ്യക്തമായി കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാരം ഉൾസാരം എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ചില ഭാഗങ്ങളിലൊക്കെ ലീഡിംഗ് സിംഗറുടെ ക്ലീൻ സിംഗിങ് എന്ന ആ ഒരു മാനദണ്ഡത്തിന് വിരുദ്ധമായ ഒരു ക്ലിയർ കുറവ് ടോട്ടൽ കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഉള്ള ടീം 3ാം നമ്പറിൽ കളിച്ച ടീമാണ്. 3ാം നമ്പറിൽ കളിച്ച ടീം കോസ്റ്റ്യൂം എബവ് ആവറേജ് തന്നെയാണ്. അലിഫ് ഒതുക്കുങ്ങൾ കോസ്റ്റ്യൂം എബവ് ആവറേജ് തന്നെ, ആ ലെവലിൽ തന്നെ കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്. ഗാനം നന്നായി അവർ പാടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശ്രുതി പ്രശ്നങ്ങൾ കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എബവ് ആവറേജ് പെർഫോമൻസ് അവർ ഒരു മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് അവർ വേദിയിൽ കാഴ്ചവെച്ചു. ചില സ്ഥലങ്ങളിൽ വശ്യത കുറവ് കാണപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അതിനുശേഷം 4ാം തവണ സ്റ്റേജിൽ വന്ന ടീം ത്വയ്ബ കരേക്കാട്. തൗബയല്ലോ, ത്വയ്ബ അല്ലേ? ത്വയ്ബ കരേക്കാട് കോസ്റ്റ്യൂം വളരെ നന്നായിട്ട് തന്നെ അവർ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ഗാനങ്ങൾ വളരെ വശ്യമാർന്ന ഈണങ്ങളും ആലാപനങ്ങളുമായിട്ട് ടീം വേദിയിൽ വളരെ മനോഹരമായി കളി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ വശ്യമാർന്ന അവതരണമായിരുന്നു. ഒരു സ്പീഡ് മൂവ്മെന്റ് എന്ന രീതിയിലുള്ള പുതിയ ബേസിൽ നിന്നാണ് കളിയെ അവർ കമ്പോസ് ചെയ്തിരിക്കുന്നത്.
അതൊരു പരിശീലകൻ എന്ന രീതിയിൽ ഒരു കളി ഇവിടെ ഏത് കളി വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ഏത് ശൈലി വന്നു കഴിഞ്ഞാലും എൻ്റെ ചാനൽ കേരളത്തിലെ ദഫ്കളിന്റെ ശൈലികൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ശൈലിയുടെയും അടിസ്ഥാനപരമായിട്ട് അതിന് വിശകലനം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ്. മലയാളത്തിന്റെ ചരിത്രത്തിൽ ദഫ്കളിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വിശദീകരണമുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. എന്തായാലും ഇരിക്കട്ടെ, ഇവിടെ വന്ന നമുക്കൊരു കളി വന്ന് കാണുന്ന സമയത്ത് ബേസ് നമ്മൾ മനസ്സിലാക്കും. അത് പരിശീലകർ, ഗവേഷകനായ ഒരു പരിശീലകൻ എന്ന് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന കളിയുടെ ബേസ് ചിലപ്പോൾ ബേസ് തന്നെ മാറ്റി കളി കമ്പോസ് ചെയ്യുമ്പോൾ അത് നമുക്ക് മത്സരത്തിൽ വലിയ നമുക്ക് അതിന് മൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുന്നില്ല. ഇൻഷാല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അതായത് ടീം പുതിയ ബേസിൽ നിന്നാണ്. അത് സ്പീഡ് മൂവ്മെന്റ്, ദഫിന്റെയും കൈയിന്റെയും കൈ ബീറ്റുകളും കണ്ണിന്റെ ബീറ്റുകൾ, കണ്ണിനടക്ക സ്റ്റെപ്പുകൾ വരുന്ന പോർഷൻസുകൾ അതിൽ കാണപ്പെടുകയുണ്ടായി. അതൊക്കെ വളരെ അതിബുദ്ധിമാനായ ആളുകളുടെ ഭാവനയിൽ നിന്ന് വരുന്ന ചുവടുകളാണെന്ന് പ്രത്യേകം ഉണർത്തണം. എന്നൊക്കെ ടീമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം അഞ്ചാമതായി മീനടത്തൂർ ടീമാണ് കയറി വന്നത്. അവർ തന്നെ കോസ്റ്റ്യൂം മനോഹരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ നല്ല പെർഫെക്റ്റ് ആയി കളിച്ചു. അതുപോലെ തന്നെ മികച്ച മുഖഭാവം കീപ്പ് ചെയ്തുകൊണ്ടാണ് ടീം കളിച്ചത്. അത് വലിയൊരു സംഭവമാണ്. ആദ്യം മുതൽ അവസാനം വരെ വളരെ ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേദിയെ ഉപയോഗപ്പെടുത്തുക, സ്റ്റേജിൽ കളി അവതരിപ്പിക്കുക എന്നുള്ള ഒരു മികച്ച ക്വാളിറ്റി ആയിട്ട് തന്നെ വിധികർത്താക്കൾ ഇത് മനസ്സിലാക്കും. അതുപോലെ തന്നെ മൈനസുകൾ പ്രത്യേകിച്ച് എടുത്തു പറയപ്പെട്ട മൈനസുകളൊന്നും കാണപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ലീഡിംഗ് സിംഗറുടെ ആ ഒരു ചെറിയൊരു മോഡൽ ഒന്നും കൂടി തുറന്നു പാടിക്കൊണ്ടുള്ള ആ ക്ലീൻ സിംഗിങ് ആ സംഭവം തുടർന്നുള്ള മത്സരങ്ങൾ പുറത്തെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആറാമതായിട്ട് ദുൽഫുഖാർ പുല്ലശ്ശേരി എന്ന് പറയുന്ന ടീമാണ് ഇവിടെ വേദിയിലെത്തിയ കോസ്റ്റ്യൂം വളരെ മനോഹരമായ കോസ്റ്റ്യൂമാണ്. നന്നായി ചേർന്ന് പാടിയിട്ടുണ്ട്. അവർ 3 പേരും ലീഡ് നന്നായി പാടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ ഒന്നുകൂടി മികച്ച രീതിയിൽ തന്നെ അവർ ഒന്ന് തുറന്നു പാടിക്കൊണ്ട് അല്ലെങ്കിൽ ലീഡിനനുസരിച്ച് കോറസ് ഒന്നുകൂടി സപ്പോർട്ടീവ് ആയിക്കൊണ്ട് ആ സിംഗിങ് പാനൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ടീമിന്റെ ഭാഗത്ത് ആവശ്യമാണെന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. വോയിസിന്റെ ലീഡ് സിംഗറും കോറസ് സിംഗേഴ്സും ഒക്കെ വോയിസിന്റെ ഡെത്ത്, അതിന്റെ വണ്ണവലിപ്പം, അതിന്റെ ബാസും ബേസും ഒക്കെ ഉള്ള വോയിസുകളാണെങ്കിൽ അതൊക്കെ ഒരു ഈക്വലാകുന്ന രീതിയിൽ മൈക്ക് പോയിന്റിന്റെ മൈക്ക് ഉപയോഗിക്കുന്ന ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വോയിസ് മാറ്റമുണ്ടെങ്കിൽ നമുക്ക് വലിയ വോയിസിൽ ആളുകൾ കുറച്ച് വിട്ടുനിന്ന് സിംഗിങ് നിർവഹിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലീഡിംഗ് സിംഗറുടെ ഷാർപ്പ് ശബ്ദത്തോട് കോറസ് സിംഗർ ബാസ് വോയിസുള്ള ശബ്ദമാണെങ്കിൽ അത് അങ്ങനെയൊക്കെ പരമാവധി കീപ്പ് ചെയ്ത് അപകടങ്ങളില്ലാതെ നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അവരുടെ ആലാപനം കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ്. കളിയെ സംബന്ധിച്ച് വളരെ എനർജിക് ആയിട്ട് ടീം കളിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്ഷൻ വേരിയേഷൻസ്, ചില സ്ഥലങ്ങളിൽ പെർഫെക്ഷൻ വേരിയേഷൻസ് കാണപ്പെട്ടിട്ടുണ്ട്. അത് കീപ്പ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള യാത്രയിൽ മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. വളരെ നന്നായിട്ട് തന്നെ ടീം നിറഞ്ഞു കളിക്കുന്ന അനേക ഡിസ്പ്ലേകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടീം കളിച്ചിരിക്കുന്നത്. അതൊരു മികച്ച നിങ്ങളുടെ സമ്പത്താണ് കളിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡിസ്പ്ലേകളൊക്കെ വളരെ ഭംഗിയായിക്കൊണ്ട് ടൈറ്റ് കോമ്പറ്റീഷനുകൾ ഒന്നിനൊന്ന് മികച്ച ടീമുകൾ വരുന്ന സമയത്ത് പറയപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ എന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. ഏഴാമതായി കസുവ കാട്ടിലങ്ങാടിയാണ് വേദിയിൽ വന്നിരിക്കുന്നത്. കോസ്റ്റ്യൂം ഈ മത്സരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം അവരുടെ കോസ്റ്റ്യൂമാണെന്ന് സാന്ദർഭികമായി ഞാൻ അറിയിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഡാർക്ക് കോട്ട്, അതുപോലെ തന്നെ സിൽവർ ഒക്കെ ടച്ച് വരുന്ന ഉൾക്കോട്ട്, കമീസ്, ജുബ്ബ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. എന്തായാലും നല്ല ഔട്ടിലേക്ക് ഒരു എന്താ പറയാ മുഗൾ രാജാക്കന്മാരുടെ ഒക്കെ ഒരു ഡ്രസ്സിന്റെ ഒരു ഫീൽ ഔട്ടിലേക്ക് ചേരുന്ന അതിൽ ചെറിയൊരു സാധനം പുറത്തേക്ക് കിട്ടി. നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നി. വളരെ ഇഷ്ടപ്പെട്ടു ആ കോസ്റ്റ്യൂം. അതുപോലെ തന്നെ കളി വളരെ മനോഹരമായിട്ടാണ് കളിച്ചത്. ആ കളിയുടെ ബേസും തന്നെ മറ്റൊരു ബേസിൽ നിന്നാണ് കളി ചെയ്തിരിക്കുന്നത്. അതായത് കളി സാധാരണ ഇപ്പോഴത്തെ കളികളൊക്കെ വെറും കൂടുതൽ കൈ ഇങ്ങനെ ആക്കാതെ കൈയിന്റെ ഈ കുഴക്ക്, നമ്മുടെ ക്രിക്കറ്റ് താരം അസറുദ്ദീന്റെ ബാറ്റിംഗ് ഒരു പ്രത്യേകമായ അദ്ദേഹത്തിന്റെ കൈയിന്റെ കുഴ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാസ്മരികമായിട്ടുള്ള ബാറ്റിംഗ് അദ്ദേഹം നിർവഹിക്കാറുള്ളത്. അദ്ദേഹം അതുപോലെ ഇത് കൈ കൊണ്ടുള്ള ഒരു രീതിക്ക് പകരം കൈ വിടർത്തിപ്പിടിച്ചുകൊണ്ടും കാല് വിടർത്തിപ്പിടിച്ചുകൊണ്ടും റണ്ണിങ്ങും പരമാവധി സ്റ്റേജുകൾ റൺ ചെയ്ത് ഉപയോഗപ്പെടുത്തുന്ന അതാണ് ആ ടീമിന്റെ പ്രത്യേകത. പരമാവധി റൺ ചെയ്ത് വേദി ഉപയോഗപ്പെടുത്തുന്ന പുതിയൊരു ശൈലി, പുതിയൊരു ബേസ്. ആ ബേസിൽ നിന്നാണ് ആ സാധനം ആ കളി കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ആ ബേസ് വളരെ മനോഹരമായി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വളരെ കളിയുടെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ കളി അവതരിപ്പിച്ചിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഡിസ്പ്ലേകൾ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ആലാപനത്തിലാണ് പിന്നെ അവർക്ക് അല്പം ചെറിയ കുറവുകൾ വന്നിട്ടുള്ളത്. ചെറിയ സ്ക്രാച്ച് കാണപ്പെട്ടിട്ടുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ ഇവിടെ മാർക്കിങ്ങിൽ കണക്കാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ പോലീസ് വന്നതിന് ശേഷം മൈക്കിന്റെ സൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് സൗണ്ട് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെതായ പരിഗണന നിങ്ങൾക്കൊക്കെ അതിനുശേഷം വന്നവർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്ത് ജഡ്ജി നൗഫൽ മാസ്റ്റർ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.